ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ബേസിക്കിൻ്റെ ബാക്കിയാണ് പറയാൻ പോണത്. ഇതിൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് ട്രയാങ്കിൾ ആണ്. ദെൻ വലിയ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കുക. ദെൻ അതിനെക്കാട്ടി ചെറിയൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ദെൻ അതിനെക്കാട്ടി ചെറിയൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ട്രയാങ്കിൾ ഇത് വെച്ചിട്ടുള്ള ചിത്രം നമ്മൾ വരയ്ക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇത് സർക്കിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് സർക്കിൾ വരയ്ക്കുക. ദെൻ മീഡിയം സർക്കിൾ വരയ്ക്കുക. ദെൻ സ്മോൾ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ നമ്മൾ ട്രയാങ്കിൾ വെച്ചിട്ടുള്ള ആദ്യത്തെ പിക്ചറാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. ട്രയാങ്കിൾ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ വരയ്ക്കുക. ദെൻ ഇത് ജോയിൻ ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ രണ്ട് മുട്ട്, ഇവിടെ ചെറിയൊരു കൊട, ഇവിടുന്ന് ജോയിൻ ചെയ്യാം, ഇവിടുന്ന് ജോയിൻ ചെയ്യാം. ദെൻ ജെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. 4B വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യാൻ പോണത്. സൈഡ് ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ബ്ലെൻഡിങ് ബമ്പ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ യൂസ് ചെയ്ത പെൻസില് 4B ആണ്. ആ 4B പെൻസിൽ കൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യുക. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. HBയുടെ പെൻസിൽ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ 2 ലൈൻ വരയ്ക്കുക. ദെൻ ഇവിടെ നിന്ന് ഒരു വഞ്ചി വരയ്ക്കുക. ദെൻ ഇവിടുന്ന് ചെയ്യാം. ഓക്കെ, ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ 8B ആണ്. സൈഡ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണ്ട, ലൈറ്റായിട്ട് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടിയിൽ ആ പെൻസിലോട് ഹൈലൈറ്റ് ചെയ്യാം. എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഹൈലൈറ്റ് ചെയ്യണതാണ് ആ ഡ്രോയിങ്ങിന് വൃത്തി വരുന്നത്. നെക്സ്റ്റ് വന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾ വെച്ചിട്ടാണ്. സർക്കിൾ വെച്ചിട്ട് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അതുപോലെ ഇങ്ങോട്ട് വരയ്ക്കുക. ചെറിയൊരു B കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ 8Bയുടെ പെൻസിൽ വെച്ചിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യാം. സർക്കിൾ വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കാൻ പോണത്. ഒരു സൺഫ്ലവർ ആണ്. സർക്കിൾ ആദ്യം വരയ്ക്കാം. ഞാൻ ഇതുപോലെ ചെറിയ ഇതളായിട്ട് വരയ്ക്കാം. തന്നെ ഇതിന് 6B പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ വേണം ഷെയ്ഡ് ചെയ്യാൻ കേട്ടോ. ദെൻ ബ്ലെൻഡിങ് ബമ്പ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം.